ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഹൈ ട്രെൻഡിലാണ്. ഡൗൺ എന്ന രീതിയിൽ ഒരു 53,000 USD, 53,500 USD വന്ന ശേഷം 63,000 USD റേഞ്ചിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് സെയിം ട്രെൻഡ് തന്നെയാണ്. ഏകദേശം ഡൗൺ എന്ന രീതി 2,300 USD വന്നിട്ട് ഒരു 100-103 USDയുടെ വ്യത്യാസം അപ് ട്രെൻഡിലോട്ട് പോയി. അതേ സെയിം ട്രെൻഡ് തന്നെയാണ് നമ്മുടെ ബിറ്റ്കോയിനിൽ വന്നിട്ടുള്ളത്. അപ്പ് എന്ന രീതിയിലോട്ട് ഒരു 9,000 USDയുടെ വ്യത്യാസത്തിൽ ഹൈ എന്ന രീതിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പ്രോജക്റ്റും താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം, പക്ഷേ അതിൻ്റെ അകത്തുള്ള റിസ്ക്കും സ്പെഷ്യലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഡൗണിലോട്ട് പോവുകയാണെങ്കിൽ 100-150% വരെ ഡൗണിലോട്ട് വീഴാനുള്ള സാധ്യത ആൾട്ട് കോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്യാനുള്ള റേഞ്ചും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി പുതിയൊരു ഹൈയിലോട്ട് ഏകദേശം 70,000-75,000 USD റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഉറപ്പായിട്ടും പുതിയൊരു ഹൈയിലോട്ട് വരുന്നതായിരിക്കും. ഇങ്ങനെ രണ്ടും ഹൈയിലോട്ട് പുതിയൊരു ട്രെൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും പുതിയൊരു ഹൈയിലോട്ട് വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വസീറസ് ടോക്കൺ എന്ന് പറയുന്നത് 0.13 അല്ലെങ്കിൽ 14 ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഷിബയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിബ ഒന്നും അത്ര വലിയൊരു ഹൈ എന്ന രീതിയിലോട്ട് വന്നിട്ടില്ല. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 75,000 ഒക്കെ വരികയാണെങ്കിൽ ഷിബയിൽ ട്രെൻഡ് ചേഞ്ച് ആകാം, പുതിയൊരു ഹൈയിലോട്ട് വരാം. 4,500 ബ്രേക്ക് ചെയ്ത് ഏകദേശം 6,000 വരെ വേണമെങ്കിൽ പോകാം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുക, കാരണം പെട്ടെന്നായിരിക്കും മാർക്കറ്റ് ഹൈയിലോട്ട് പോകുന്നത്. ഇനി കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പുതിയ ബിഗിനറാണ് ബൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് റിസ്ക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിബ വീണ്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് പോവുകയാണെങ്കിൽ 100-150% വേണമെങ്കിൽ ഡൗണിലോട്ട് വേണമെങ്കിലും പോകാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത XRP കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം താല്പര്യമുള്ളവർ വേണമെങ്കിൽ XRP 0.40 വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.56 വരെ പോയിട്ട് ഇപ്പോൾ 0.52 ആണ് നിൽക്കുന്നത്. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈയിലോട്ട് വരികയാണെങ്കിൽ XRP എന്ന് പറയുന്നത് 0.75 ബ്രേക്ക് ചെയ്ത് 0.85, 0.90 വരെ വേണമെങ്കിൽ പോകാം. ഓക്കെ, അതുകൊണ്ട് XRP ലോങ് ടൈമിന് വേണ്ടി മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാർഡിനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.35 താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് റിസ്ക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം പുതിയൊരു ഹൈ എന്ന് പറയുന്നത് 0.80 ബ്രേക്ക് ചെയ്ത് വേണമെങ്കിൽ പുതിയൊരു ഹൈ വേണമെങ്കിൽ കാർഡിന് വേണമെങ്കിലും പോകാം. അതായത് നിങ്ങൾക്കൊരു 80-90% ഒരു ആവറേജ് വേണമെങ്കിൽ പ്രോഫിറ്റ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഷോർട്ട് ടൈം എന്ന രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ ലോങ് ടൈം ആണെങ്കിൽ സെൽ ടാർഗറ്റ് ഒക്കെ മുമ്പുള്ള വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കാർഡിന് എത്ര വരെ പോകും എന്ന്. ഇനി അടുത്ത വെർജ് എന്ന് പറയുന്നത് അത്ര വലിയ രീതിയിൽ ഹൈയിലൊന്നും പോയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.004 വേണമെങ്കിൽ ലോങ് ടൈമിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ബാറ്റും സിലിക്ക അത്ര വലിയ ഹൈയിലോട്ട് പോയിട്ടില്ല. 0.16 ബാറ്റ് സിലിക്കയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം ഫോക്കസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള നല്ല പ്രോജക്റ്റാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. EOSും പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.50 നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലോങ് ടൈം വേണമെങ്കിൽ വന്നിട്ട് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം എൻ്റെ ഒരു സെൽ ടാർഗറ്റ് എന്ന് പറയുന്ന EOS എന്ന് പറയുന്നത് 7-8 USDക്ക് മുകളിൽ വരെ വേണമെങ്കിൽ EOS പോകാം. അതുകൊണ്ട് ലോങ് ടൈം താല്പര്യമുള്ളവർ മാത്രം ഫോക്കസ് ചെയ്യുക. അടുത്ത ഡോഗി കോയിൻ 0.055, 0.050 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. 1 USD വരെ സെൽ ടാർഗറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.22 USD നമ്മുടെ ഡോഗി പോയതിന് ശേഷം വീണ്ടും 0.10 വന്നിട്ട് ഇപ്പോൾ 0.11 ആണ് നിൽക്കുന്നത്. ലോങ് ടൈം മാത്രം ഡോഗി ഫോക്കസ് ചെയ്യുക. നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള പ്രോജക്റ്റാണ് ഡോഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. ഇനി അടുത്ത് നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് MXC ആണ്. MXCക്ക് മുമ്പ് ഡോട്ട് പറയാം. ഡോട്ട് എന്ന് പറയുന്നത് $5 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 ഡോട്ടൊക്കെ വേണമെങ്കിൽ ലോങ് ടൈമിന് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. 100 USD ഒക്കെ ഒരു ഡോട്ട് പോകാൻ സാധ്യത ഉണ്ടെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, ഒരു 10 USDക്ക് 2 ഡോട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം വെക്കുകയാണെങ്കിൽ പോലും ഒരു 200 USD ഒക്കെ ഈസി ആയിട്ട് കിട്ടും. ഇത് ഞാൻ ഫണ്ട് കുറഞ്ഞവരുടെ കാര്യത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഫണ്ട് കുറഞ്ഞവർക്ക് വേണമെങ്കിലും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഫണ്ട് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല പ്രോഫിറ്റും നേടാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്ത MXC ടോക്കൺ 0.80 1 USD റേഞ്ചിലൊക്കെ പറഞ്ഞതാണ്. ഏകദേശം 6 USD വരെ നമ്മുടെ MXC പോയിട്ട് വീണ്ടും 3.5 USD വന്നിട്ട്
വീണ്ടും 4.5 പോയിട്ട് വീണ്ടും അതേ പൊസിഷനിൽ നിന്ന് വീണ്ടും പുതിയൊരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. 10 to 14 വരെ ഞാൻ പറഞ്ഞതാണ് MXC ടോക്കൻ്റെ ഒരു സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിപ്റ്റോ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ഫണ്ട് ഇല്ലെങ്കിൽ കുറച്ച് മാത്രം ഒരു 10 അല്ലെങ്കിൽ 20 USDക്ക് നല്ല പ്രോജക്റ്റ് മാത്രം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് ലോങ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫണ്ട് ഉറപ്പായിട്ടും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ചിലരുടെ കയ്യിലൊക്കെ 100 അല്ലെങ്കിൽ 200 USD മാത്രമേ ടോട്ടൽ കാണുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഏകദേശം നിങ്ങളുടെ 200 USD എന്ന് പറയുന്നത് 2000 USD 3000 USD ഒക്കെ ഏകദേശം 2 to 3 വർഷം കൊണ്ട് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അത് വെച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. ഇത് ഞാൻ കുറഞ്ഞ ഫണ്ടിൻ്റെ കേസിലാണ് പറഞ്ഞത്. ഇനി കൂടുതൽ ഫണ്ടുള്ളവർ അതനുസരിച്ച് ചെയ്യുക. എപ്പോഴും നല്ല പ്രോജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എല്ലാ പ്രോജക്റ്റിലും സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പ്രോജക്റ്റിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യരുത്. അത് റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അടുത്ത് സിലിക്ക എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് ബാറ്റിൻ്റെ കൂടെ ചേർത്താണ് പറയുന്നത്. സിലിക്ക എന്ന് പറയുന്നത് ഏകദേശം 0.015 നിന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഇനി ഹൈ ആവാനുള്ള ഒരു പ്രോജക്റ്റാണ് സിലിക്ക എന്ന് പറയുന്നത്. സിലിക്ക ഏകദേശം മുമ്പ് 0.015 താല്പര്യമുള്ളവർക്ക് ബൈ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സിലിക്ക എന്ന് പറയുന്നത് 0.044 റേഞ്ചിൽ പോയിട്ട് വീണ്ടും അതേ പൊസിഷനിലാണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് സിലിക്ക വേണമെങ്കിൽ വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാവുന്നതാണ്. അയോട്ട 0.14 ഞാൻ മുമ്പ് ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 0.42 പോയിട്ട് വീണ്ടും അതേ സെയിം പൊസിഷനിൽ തന്നെയാണ് നമ്മുടെ അയോട്ട നിൽക്കുന്നത്. ഫയൽ ടോക്കൺ ഞാൻ മുമ്പ് 3 USD റേഞ്ചിൽ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 11 USD പോയിട്ട് വീണ്ടും ഏകദേശം ഒരു 3.5 USD വന്ന ടൈം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വീണ്ടും ലോങ് ടൈം വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എതീരിയം ക്ലാസിക് 18 USD 20 USD വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി എതീരിയം ക്ലാസിക് എങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അടുത്ത് യുനിസാപ്പിൻ്റെ യുനി ടോക്കണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 USD റേഞ്ചിലൊക്കെ നിങ്ങളടുത്ത് ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 17 USD പോയിട്ട് വീണ്ടും 8 USD റേഞ്ചാണ് നിൽക്കുന്നത്. മാറ്റിക്ക് 0.50 ലോങ് ടൈം എന്ന് പറഞ്ഞിട്ട് പലതവണ പറഞ്ഞതാണ്. ഏകദേശം 0.50 നിന്ന് നമ്മുടെ മാറ്റിക്ക് $1.27 പോയിട്ട് വീണ്ടും അതേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ലോങ് ടൈം താല്പര്യമുള്ളവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇനി CSPR നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. CSPR എന്ന് പറയുന്ന പ്രോജക്റ്റ് CSPR ഏകദേശം ഡൗൺ എന്ന രീതിയിൽ തന്നെയാണ്. ലോങ് ടൈമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. അടുത്ത് ഗെലാ ടോക്കൺ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.010ക്ക് ആ ഒരു റേഞ്ചൊക്കെ ഒരുക്കണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഗെലാ ടോക്കൺ 0.08 പോയിട്ട് വീണ്ടും 0.0227 ആണ്. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ലോങ് ടൈം ഫോക്കസ് ചെയ്യാനെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത് നമ്മുടെ ഗേറ്റ് ടോക്കൺ ഏകദേശം ഒരു $3.5 ഞാൻ കുറേ നാൾ പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം ബൈ ചെയ്യാം. 3 USDയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം $3.27 നിന്നും 11 USD പോയിട്ട് വീണ്ടും 7 USD റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ ഗേറ്റ് ടോക്കൺ നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈമിനാണെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയ പ്രോജക്റ്റാണ് ഗേറ്റ് ടോക്കൺ എന്ന് പറയുന്നത്. ഇനി ട്രോൺ ഫാമിലിയെക്കുറിച്ച് സ്പെഷ്യലായിട്ട് അല്ലാതെ ഞാൻ ഒരു വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രോൺ ഹൈ ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പുതിയ ബിഗിനേഴ്സ് വന്നിട്ട് ബൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രോൺ ബൈ ചെയ്യേണ്ട ബെസ്റ്റ് പൊസിഷൻ ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 2022 ഡിസംബർ ആ ഒരു ടൈം എന്ന് പറയുന്നത് ട്രോണിൻ്റെ പ്രൈസ് 0.052 ആണ്. അതിനുശേഷം നമ്മുടെ ട്രോണിൻ്റെ പ്രൈസ് 0.14 ആണ് ഇപ്പോഴും നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈമിന് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100% പലർക്കും പ്രോഫിറ്റ് എനിക്ക് തോന്നുന്നു വളരെ ഒരു വർഷത്തിന് ശേഷമാണ് ട്രോണിൻ്റെ പ്രൈസ് 100% മുകളിലോട്ട് ഹൈയിലോട്ട് വന്നത്. ലോങ് ടൈം താല്പര്യമുള്ളവർ മാത്രം ട്രോൺ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സ്പെഷ്യലായിട്ടൊരു വീഡിയോ ഞാൻ ട്രോണിനെ കുറിച്ച് അല്ലാതെ ചെയ്തു തരുന്നതായിരിക്കും. ഇനി അടുത്ത ട്രേഡേഴ്സിനുള്ള കുറച്ച് കാര്യമാണ്. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. എപ്പോഴും മാർക്കറ്റിൽ ഓളിയുള്ള ടൈം മാത്രം വന്നിട്ട് ഫോക്കസ് ചെയ്യുക. ഓളിയുള്ള ടൈം നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 4 ദിവസമായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ട്രെൻഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് മുമ്പുള്ള ദിവസം എന്ന് പറയുന്നത് കണ്ടോ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ എന്ന രീതിയിലോട്ടാണ് വന്നത്. ഇത്തരം അവസരങ്ങൾ മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ സൈഡ് വേസ് മാർക്കറ്റ് പോകുന്ന ടൈം എന്ന് പറയുന്നത് കൂടുതലും ട്രേഡ് ചെയ്യാതിരിക്കുക. ഈ ഡൗൺ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വരുമ്പോഴും ലോങ് എന്ന രീതിയിൽ മാർക്കറ്റിൽ നല്ല വോളിയം ഉണ്ടാകുന്ന ടൈം മാത്രം കൂടുതൽ ഫോക്കസ് പെർഫെക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്ത് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റും. അല്ലാത്ത ടൈം എന്ന് പറയുന്നത് നമുക്ക്
ടേക്ക് പ്രോഫിറ്റ് ആവട്ടെ സ്റ്റോപ്പ് ലോസ് ആവട്ടെ, ടേക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. പക്ഷേ മാർക്കറ്റ് ഓളിയുള്ള ടൈം എന്ന് പറയുന്നത് പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം കുറച്ചുകൂടി ട്രേഡ് എന്ന് പറയുന്നത് ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.